നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ജൂലൈ 16 ഒറ്റ ദിവസം മാത്രം ബാക്കി. യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചെന്ന വാർത്ത മനുഷ്യസ്നേഹികളായ മുഴുവൻ പേരുടെയും മനസ്സിനെ മരവിപ്പിക്കുകയാണ്. നിമിഷയുടെ അഭിഭാഷകൻ അറിയിച്ചതിന് ബാക്കിയായി ഒരു തുടർ വാർത്ത കേൾക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഏവരും. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ 2020 ജൂലൈയിൽ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും അതൊരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർന്നു വരുന്നതും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നതുമെല്ലാം ഓർക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: 20 വർഷം നീണ്ട മാധ്യമ പ്രവർത്തനത്തിനിടെ ഏറ്റവും സങ്കടത്തോടെ ചെയ്ത അഭിമുഖ റിപ്പോർട്ടുകളിൽ ഒന്നാണ് 2020 ഓഗസ്റ്റിൽ നിമിഷപ്രിയയുമായി ഉണ്ടായത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാളുമായി വീഡിയോ കോൾ ചെയ്യുന്ന അനുഭവവും ആദ്യം. ഇതിനായി വഴി തുറന്നതാകട്ടെ മലപ്പുറം സ്വദേശിനിയും അഭിഭാഷകയുമായ സുധാ മഞ്ചേരിയുടെ ഒരു ഫോൺ കോൾ. കേസിനെ കുറിച്ച് കൃപ മരിയ എന്ന പ്രവാസി യുവതി ചെയ്ത ലൈവ് വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിളി. കൃപയിൽ നിന്ന് നമ്പർ സംഘടിപ്പിച്ച് നിമിഷയെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ജയിലിലേക്ക് ഫോൺ ചെയ്ത് ഇവരുമായി സംസാരിക്കാമെന്ന് കൃപ മരിയ പറഞ്ഞെങ്കിലും ഉറപ്പില്ലാതെയായിരുന്നു ബന്ധപ്പെടാനുള്ള ശ്രമം. അതുകൊണ്ട് തന്നെ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുണ്ടായില്ല. പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ ഉച്ചഭക്ഷണത്തിന് വീട്ടിലെത്തുമ്പോഴായിരുന്നു മിസ് കോൾ കണ്ട് നിമിഷയുടെ വിളി തിരിച്ചെത്തുന്നത്. ബോട്ടിം പോലെ ഒരു ആപ്പിലായിരുന്നു കോൾ വന്നതെന്നാണ് ഓർമ്മ. അതും വീഡിയോ കോൾ. അരമണിക്കൂറോളം നീണ്ട സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ പോയി. പകരം കിട്ടിയത് ഏതാനും സ്ക്രീൻഷോട്ടുകൾ മാത്രം. അന്നെടുത്ത് ഏതാനും സ്ക്രീൻഷോട്ടുകൾ പിന്നീട് വാർത്തകൾക്കൊപ്പം ഉപയോഗിച്ചിട്ടുണ്ട്. സംസാരത്തിനിടെ 8 വയസ്സുകാരിയായ മകൾ നിയ വന്ന് ഫോണിലേക്ക് എത്തി നോക്കി. പിന്നെ അവളോടായി കുറേ നേരം സംസാരം. വളരെ ശാന്തഭാവത്തിൽ മാത്രം സംസാരിച്ച നിമിഷയിൽ മരണം മുന്നിൽ കാണുന്നതിന്റെ ഭീതി കാണാമായിരുന്നു. ഏറെ നാളായി കാണാനാകാത്ത സ്വന്തം മകളെ ഓർത്തിട്ടെന്ന വണ്ണം കുറേ നേരം അവളോടും നിമിഷ സംസാരിച്ചു. വിശേഷങ്ങൾ മകളോടും ചോദിച്ചു. ഇപ്പോഴും നിമിഷയുടെ വാർത്തകൾ വരുമ്പോൾ അന്ന് സംസാരിച്ച ആന്റി അല്ലേ, അയ്യോ അവർ മരിക്കേണ്ടി വരുമോ എന്ന് മകൾ സങ്കടപ്പെടുന്നത് കാണാറുണ്ട്. അത് വേണ്ടി വരില്ല, മരിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാകുന്നത്. അതുവരെ ക്രൂരമായ കൊലപാതകം നടത്തി പിടിക്കപ്പെട്ട് ജയിലിലായ നിമിഷപ്രിയയെക്കുറിച്ചായിരുന്നു വാർത്തകളേറെയും. എന്തുകൊണ്ട് താൻ കൊലപാതകിയായി എന്ന് നിമിഷ തന്നെ വിശദീകരിക്കുന്നതായിരുന്നു അന്ന് പ്രസിദ്ധീകരിച്ച അഭിമുഖ റിപ്പോർട്ട്. ഒരു യുവതി എന്ന നിലയിൽ അനുഭവിക്കാവുന്ന എല്ലാ ക്രൂരതകളും സുഹൃത്തായി സഹായിക്കാൻ എന്ന പേരിൽ എത്തിയ ഒരാളിൽ നിന്നുണ്ടാവുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമാകുക, അയാളെ മയക്കിക്കിടത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരിച്ചെന്ന് സംശയിച്ചു കൊലപ്പെടുത്തേണ്ടി വരിക, ഒടുവിൽ നുറുക്കി കഷ്ണങ്ങളാക്കി ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം വിഫലമാകുക, എല്ലാം അവർ വിശദീകരിച്ചു. ഇതിനെല്ലാം സഹായം ചെയ്ത സഹപ്രവർത്തകയാകട്ടെ നിമിഷയ്ക്കൊപ്പം ജയിൽ ശിക്ഷയിലുമായി. കുറ്റപ്പെടുത്തിയിരുന്നവർ പലരും നിമിഷ അനുഭവിക്കേണ്ടെന്ന ദുരിതം അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. ഇതിനിടെ എറണാകുളത്തൊരു വീട്ടിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന നിമിഷയുടെ അമ്മയുടെയും ഭർത്താവിന്റെയും അഭിമുഖങ്ങളും ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചു. നേരത്തെ നിമിഷപ്രിയ കേസിൽ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥ സംഭവം പ്രതിയിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞുള്ള റിപ്പോർട്ട് ആദ്യമായാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാവണം സംഭവം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും കൂടുതൽ മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തത്. നിമിഷയെ രക്ഷിച്ച് നാട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. UK പ്രവാസികളായ ജയൻ എടപ്പാളും ആഷിഖ് മുഹമ്മദ് നാസറും അഭിഭാഷക ദീപയും മൂസ മാഷും കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടുമെല്ലാം അഡ്മിന്മാരായ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. പരമാവധി മാധ്യമ പ്രവർത്തകരെയും പങ്കാളികളാക്കി. കോവിഡ് കാലമായിരുന്നതിനാൽ ഇടയ്ക്കിടെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി പദ്ധതികൾ തയ്യാറാക്കുന്നതും പതിവായി. പ്രവാസികൾ പലരും സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു. കേന്ദ്ര തലത്തിൽ നിന്നുള്ള ഇടപെടൽ മുതൽ ഉണ്ടായെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടായിരുന്നു. സഹായം വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം നൽകി ചിലർ പണം തട്ടിയതാകാമെന്ന സംശയം വരെ ഇതിനകം ഉയർന്നു. പക്ഷേ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും പുറത്തു വന്നില്ല. യമൻ സനയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയുടെ വാട്സാപ്പ് DPയിൽ ഒരു ഉദയസൂര്യന്റെ ചിത്രമാണ്. ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം ഉദിച്ചുയരുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രം. എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാം. മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷപ്രിയ. അതേസമയം യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് നിവേദനം നൽകി. സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾദോ ജിറെല്ലിക്ക് നിവേദനം നൽകിയത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടലിൽ ആക്ഷൻ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി. ആക്ഷൻ കമ്മിറ്റി നേതാക്കളാണ് കാന്തപുരത്തെ സന്ദർശിച്ച് നന്ദി രേഖപ്പെടുത്തിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഇടപെടലുകളും ചർച്ചകളും പുരോഗമിക്കുകയാണ്. അതേസമയം ദയാധനം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട യമനി പൗരന്റെ കുടുംബം തയ്യാറായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം.
നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, തലാലിന്റെ സഹോദരൻ, ഗോത്ര തല ഉമർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ബ്ലഡ് മണി സ്വീകരിച്ച് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്നാണ് ചർച്ചയിലെ നിർദ്ദേശം. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെട്ടത്. വധശിക്ഷ നടപ്പിലാക്കാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നിർണായക നീക്കങ്ങൾ നടക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ദയാധനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും AG സുപ്രീം കോടതിയെ അറിയിച്ചു. വധശിക്ഷ നടപ്പായാൽ സങ്കടകരമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിന് കോടതി നിർദ്ദേശം നൽകി. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. നിമിഷപ്രിയയുടെ മോചനത്തിന് പിന്തുണ നൽകുമെന്ന് വ്യവസായി MA യൂസഫ് അലി അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും യൂസഫ് അലി വ്യക്തമാക്കി. നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിനായി വ്യവസായി യൂസഫ് അലി കൂടി ഇടപെടുന്നതായി റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അറിയിച്ചിരുന്നു. ചർച്ചകളിലും ദയാധനം സമാഹരിക്കുന്നതിലും യൂസഫ് അലിയുടെ സഹനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള അനൌദ്യോഗിക ചർച്ചകൾ തുടരുകയാണ്. ചർച്ചകളെല്ലാം ഏകോപിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ വൈകാതെ ആരൊക്കെ യമനിലേക്ക് പോകണമെന്നതിൽ തീരുമാനമെടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള സംഘം യമനിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചേർന്നാകും മോചനത്തിനായുള്ള ചർച്ചകൾ നടത്തുക. നിമിഷപ്രിയയെ ബ്ലഡ് മണി നൽകി മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആയിരിക്കും നേതൃത്വം നൽകുക എന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. യമൻ പൗരൻ തലാൽ മുഹമ്മദിന്റെ കുടുംബവുമായി ചർച്ച നടത്തി നിമിഷയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ശ്രമങ്ങൾക്കാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നേതൃത്വം നൽകുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതൽ ചർച്ചകളുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും രംഗത്ത് വന്നിരുന്നു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ ചർച്ച നടക്കുകയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായാണ് ചർച്ച. കാന്തപുരവുമായി ബന്ധമുള്ള യമനി പൗരനാണ് ചർച്ച നടത്തുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ദയാധനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും AG സുപ്രീം കോടതി അറിയിച്ചു. വധശിക്ഷ നടപ്പായാൽ സങ്കടകരമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിന് കോടതി നിർദ്ദേശം നൽകി. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.